നമസ്കാരം. ന്യൂമറിസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന 2017 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. 2017 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ ഡീസൽ 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2017 ശേഷം പുതിയ ഷേപ്പിൽ ടൊയോട്ട ഇറക്കിയിരിക്കുകയാണ്. അതായത് 4x4ൻ്റെ എല്ലാ കരുത്തും പ്രകടമാക്കുന്ന രീതിയിലുള്ളൊരു രൂപകൽപ്പനയാണ് ഈ മാനുഫാക്ചേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ്, അതുപോലെ തന്നെ ഗ്രിൽസ്, അതുപോലെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെയാണ്, വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ വാഹനം. നമുക്ക് ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ സ്ക്രാച്ചസോ ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 75% ടയേഴ്സ് ഫ്രണ്ട് ടയർ വരുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. കമ്പനിയിൽ നിന്ന് വന്ന ജെനുവിൻ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെയാണ്. യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നും അലോയ് വീൽസിനൊന്നുമില്ല. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഇൻറ്റേർണൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 75% ടയേഴ്സ് ബാക്ക് ടയറും വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ വിത്ത് സ്റ്റോപ്പ് മൗണ്ടിങ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ ഡീഫോഗർ ലൈൻസ്, ബാക്ക് വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ചെറിയ ഫാമിലിക്കൊക്കെ വയ്ക്കാവുന്ന ഒരു ലഗേജസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ 7 സീറ്ററിൽ ലാസ്റ്റ് റോ വേണമെങ്കിൽ നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം ലഗേജസ് കൂടുതൽ വെക്കുന്നെങ്കിൽ അതിനുമുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ ഒന്നും യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല. വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നൊരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടയേഴ്സൊക്കെ എബോവ് 75% ടയേഴ്സ് ഉണ്ട്. എക്സ്റ്റീരിയർ ബോഡി ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും അത്യാവശ്യം മികച്ച ക്വാളിറ്റി ഉള്ളൊരു വാഹനം തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന 2017 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ 4x4 വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡാഷ് ബോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ വാഹനത്തിൻ്റെ എയർ ബാഗിനെ കുറിച്ച് പറയുന്നത് 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഓട്ടോമാറ്റിക് 4x4 ഡീസൽ വാഹനമാണിത്. 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിന് എക്കോ മോഡ്, അതുപോലെ പവർ മോഡ്, അങ്ങനെ ഡ്യുവൽ മോഡ്സ് വരുന്നുണ്ട്. മൾട്ടി ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജെനുവിൻ ലെതർ സീറ്റ്സാണ് വരുന്നത്. അതും കമ്പനിയിൽ നിന്ന് ഒന്നാമത്തെ രീതിയിൽ തന്നെ നിർത്തിയിരിക്കുന്നു. യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല. ഇപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1,03,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇത് മൈഗ്രേറ്റഡ് ഫ്രം UP ആണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന KL38 എന്നുള്ള രജിസ്ട്രേഷനിലാണ് ഉള്ളത്. അപ്പോൾ വളരെ മികച്ച പെർഫോമൻസ് ഉള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2017 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ അപ്പുറവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഫിനിഷിങ്ങിൽ നിൽക്കുന്നു. യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ 177 PS പവറും 420 തന്നെ ടോർക്കാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ARI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 11.58 കിലോമീറ്ററാണ്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 10-11 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു മികച്ച പെർഫോമൻസും കാഴ്ചവെക്കുന്ന 4x4 വാഹനം കൂടിയാണ് ടൊയോട്ട ഫോർച്യൂണർ എന്ന് പറയുന്നത്. ഒരു നല്ല പെർഫോമൻസും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് 7 സീറ്ററാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ടൊയോട്ട ഫോർച്യൂണർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയിരുത്തലേക്ക് കിടക്കാം. ഒരു 7 സീറ്റർ ഡീസൽ വാഹനം, അതും 4x4 177 PS ഉള്ള ഇതുപോലുള്ള കരുത്തുള്ളൊരു വാഹനം നമുക്ക് സ്വന്തമാക്കുന്നെങ്കിൽ ഏകദേശം ഒരു 50 ലക്ഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഇപ്പോൾ നമുക്കൊരു പുതിയ വാഹനം കിട്ടുള്ളൂ. അവിടെയാണ് നമ്മുടെ യൂസ്ഡ് കാർ സെഗ്മെൻറ്റിൻ്റെ ഒരു പ്രസക്തി ഇരിക്കുന്നത്. നമുക്ക് വെറും 28 ലക്ഷം രൂപ താഴെ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ്, ഫിനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.